വെൽക്കം ടു അനദർ വീഡിയോ, റിജൂസ് വാക്ക് ടോക്ക് സോങ് വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സൺഡേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറമ്പിൽ കുറച്ച് വാഴ ഉണ്ട്. അപ്പോൾ വാഴ പറിച്ച് നടാമെന്ന് വിചാരിച്ചു. വേറെ പുറത്തൊരു പറമ്പുണ്ട്, ആ പറമ്പിൽ ഈ വാഴ പറിച്ച് അവിടെ കൊണ്ട് നടാമെന്ന് വിചാരിച്ചു. പൂവൻ കന്നാണ്, നാട്ടുപൂവൻ, നല്ല ഒന്നാന്തരം നാട്ടുപൂവനാണ്. വലിയ വലിയ പഴമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നട്ട് കഴിഞ്ഞാൽ ഇതിന് വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തത് കൊണ്ടും ഇത് പറമ്പിൽ കൊണ്ടുപോയി പച്ചില വളം, ചാണകം, ചാരം എന്നിവ ചേർത്ത് നടുക എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 മാസം കൊണ്ട് നമുക്ക് ഉഗ്രാൻ ഒരു 10 കിലോ 10-12 കിലോ തൂക്കത്തിലുള്ള ഒരു പൂവൻ കിട്ടും. ഞങ്ങൾക്കിവിടെ ഒരു 4 വാഴക്കന്ന് കൊണ്ട് വെച്ചാണ് ഏകദേശം ഒരു 5-8 കൊല ഇതിനകം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതേമാതിരി ആസ്വദിച്ച് നമ്മൾ ഓരോ പണികൾ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിനും ഒരു സുഖം കിട്ടുക. ആസ്വദിച്ചുകൊണ്ട് ചെയ്യണം. ഏത് ജോലിയും നമ്മൾ ചെയ്യുമ്പോൾ അത് ആസ്വദിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അത് കൃഷിയായാലും നമ്മുടെ ദൈനംദിന ജോലികളായാലും ആസ്വദിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ കായ്ഫലം കിട്ടുന്നതായിരിക്കും. എന്തായാലും ഇതേമാതിരിയൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. വെറുതെ കൊണ്ട് ഇങ്ങനെ വെക്കുന്നതിന് പകരം ഇതെല്ലാം ക്ലീൻ ചെയ്ത് അരിഞ്ഞ് ഈ ചെറിയ ചെറിയ കൊച്ചു വേരുകളൊക്കെ അരിഞ്ഞു കളഞ്ഞ് ക്ലീനാക്കി എന്നിട്ട് വേണം വാഴക്കുഴി എടുത്ത് അതിൽ വാഴ നടാനായിട്ട്. തീർച്ചയായിട്ടും നല്ല കായ്ഫലം കിട്ടും. അത് അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. എനിക്ക് 4 സെന്റ് സ്ഥലമേ ഉള്ളെങ്കിലും പലരും നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. 4 സെന്റ് സ്ഥലത്തിൽ എങ്ങനെയാണ് വാഴയും ഇതെല്ലാം കൃഷി ചെയ്യുന്നത് എന്ന് പലരും ചോദിച്ചു. നമുക്ക് ആ ചെയ്യാനുള്ള ഒരു ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏത് കൊച്ചു സ്ഥലത്തും ഇതേമാതിരി കൃഷി ചെയ്യാൻ സാധിക്കും. തീർച്ചയാണ്. അത് എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു പാഠമാണ്. എല്ലാവരും ഇതേമാതിരി ഒഴിവു ദിവസങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കുക. ആരോഗ്യത്തിനും നല്ലതാണ്, നമ്മുടെ ശരീരത്തിനും നല്ലതാണ്. ഒരു ഉന്മേഷം ഉണ്ടാവും. നാളെ ഓഫീസിൽ പോകുമ്പോൾ ഉള്ള ഒരു എനർജി ബൂസ്റ്റർ കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ഹസിൽസിൽ നിന്നും നമ്മൾ മാറി നമ്മൾ ഫ്രീ ആയി നമുക്ക് ഇഷ്ടമുള്ള ഓരോ ഹോബീസ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്. രജിത് മുടപ്പല്ലൂർ.